ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുറത്തു പോയ വീഡിയോ ആണ്. വേറെ എവിടെയല്ല, നമ്മളെ തേക്ക് മ്യൂസിയം വരെ പോയതായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി മ്യൂസിയത്തേക്ക് കയറുന്നതിൻ്റെ മുൻപ് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടാട്ടോ പോയത്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചതാട്ടോ. 10th വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ പല സ്കൂളിലായി, പിന്നെ എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞതാട്ടോ. അതിനുശേഷം നമ്മൾ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇതേപോലെ കാണാറില്ല കേട്ടോ. കണ്ടിട്ട് കുറേ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും പല തിരക്കുകളും സിറ്റുവേഷൻസും കാരണം കൊണ്ട് നമുക്കിതുവരെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും ഒഴിവുള്ളൊരു ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ട്, ഇതൊക്കെ മ്യൂസിയത്തിൻ്റെ അകത്ത് കാണുന്നതൊക്കെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ക്യാമറ നിന്ന് കൊണ്ടുപോയി എടുത്തതാണ്. ശരിക്കും ഞങ്ങൾ 4 പേരായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഒരാൾ ഞങ്ങൾ 7th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ ഓള് താമസം മാറി, അങ്ങനെ സ്കൂൾ തന്നെ മാറി ദൂരെ പോയിട്ടോ. ദൂരെ ഒരു സ്ഥലത്ത് ഓള് സ്കൂളിൽ ചേർന്ന്, അങ്ങനെ അവൾ അന്ന് തന്നെ പോയതാണ്. പിന്നെ ഞങ്ങൾ 3 ആൾക്കാരുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് പോകുന്നതാട്ടോ, ജസ്റ്റ് ഒന്ന് കാണാനും സംസാരിക്കാനൊക്കെ ആയിട്ട് ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. നമുക്ക് പിന്നെ മ്യൂസിയം ആണല്ലോ അടുത്ത്, അതുകൊണ്ടാട്ടോ മ്യൂസിയത്തിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ ഞങ്ങൾ 3 പേരും ഉള്ളൂ കേട്ടോ. വേറൊരാളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, സ്കൂൾ മാറിപ്പോയി എന്ന് പറഞ്ഞത്. അവൾക്ക് ഇപ്രാവശ്യം വരാൻ കഴിഞ്ഞില്ല കേട്ടോ, അവൾ കുറച്ച് ദൂരെ ആയതുകൊണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നും ഞങ്ങൾക്ക് 4 പേർക്കും ഒപ്പം കൂടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അന്നും 2 പേർക്ക് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 2 ആൾക്കാർക്ക് വരാൻ കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം കേട്ടോ ഞങ്ങൾ 3 ആളും ഒപ്പം. അപ്പം ഞാൻ കുട്ടികളെയും കൊണ്ടാട്ടോ പോയത്. അയിനൂനി ഐബൂനി എടുത്തിരുന്നു കേട്ടോ. ഓരോ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയതായിരുന്നു, അതുകൊണ്ട് ഓര് പോന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം ഞങ്ങൾ മ്യൂസിയമൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ടോ. പുറത്തും കാണാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, കുറച്ചങ്ങോട്ട്. പിന്നെ നമ്മളിത് മെയിനായിട്ട് കാണാനൊന്നുമല്ല, നമ്മളൊക്കെ ഇത് കുറേ കണ്ടതല്ലേ. അപ്പോൾ നമുക്കൊന്ന് സംസാരിക്കാനും കുറേ കാലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ പ്ലാൻ ഇട്ടിട്ടാട്ടോ ഞങ്ങൾ വന്നത്. അങ്ങനെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊക്കെ കറങ്ങി ഞങ്ങൾ മ്യൂസിയമൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. അപ്പോൾ അതിനുട്ടിയാണെങ്കിൽ ക്ഷമല്ലാതെ നിൽക്കട്ടോ, എത്രയും പെട്ടെന്ന് പാർക്കിൽ എത്തണമെന്ന് വിചാരിച്ച് നിൽക്കട്ടോള്. അപ്പോൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയ പടോളം അങ്ങോട്ട് പോകുക കേട്ടോ. പോകല്ലേ എന്ന് ചോദിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും ഞാൻ കൊണ്ടുപോകും, നമ്മളെന്തായാലും അങ്ങോട്ട് തന്നെയാണ് അതിനോ പോണത് പറഞ്ഞ് ഇങ്ങനെ വെച്ചേക്കട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ പാർക്കിലൊക്കെ എത്തി. അതിനും ഐബൊക്കെ കുറേ നേരം പാർക്കിൽ കളിച്ചിട്ടോ. പിന്നെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ പാർക്കായതും കൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, പ്രത്യേകിച്ച് കുട്ടികളെ പാർക്കിലൊന്നും ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ പാർക്കിൽ തന്നെ കളിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് സംസാരിച്ച് ഇങ്ങനെ നടക്കണേ.
അങ്ങനെ ഉച്ച സമയമൊക്കെ ആയി. ഞാൻ കുട്ടികൾക്ക് കഞ്ഞി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ പുറത്തിറങ്ങൽ കുറേ ടൈമായിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികൾക്ക് കഞ്ഞി എടുത്തിരുന്നു. അപ്പോൾ രണ്ടാൾക്കും പൊടിയരി കഞ്ഞിയൊക്കെ ഞാൻ കൊടുത്തുട്ടോ അവിടുന്ന്. അപ്പോൾ ഓൾക്ക് വിശപ്പൊക്കെ മാറി. എന്നിട്ട് ഞങ്ങളൊരു തണലത്ത് പോയിരുന്നു. അപ്പോൾ ഐബു ഉറങ്ങിയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തണലത്ത് പോയിരുന്ന് കുറേ നേരം സംസാരിച്ചു കേട്ടോ. സംസാരിച്ച് അങ്ങനെ ഇരുന്ന് നേരം പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങൾ മറന്നിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ ഫുഡ് കഴിച്ചതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര ടെൻഷനും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ മ്യൂസിയത്തിലൊക്കെ ഇരുന്ന് വൈകുന്നേരത്താട്ടെ ഞങ്ങൾ തിരിച്ചു പോരുന്നത്, അതിന് ഇറങ്ങണത്. അപ്പോൾ ഞങ്ങൾ പോയത് രാവിലെ പോയിക്കുണ്ടോ 10-11 മണിയായപ്പോൾ ഞങ്ങൾ മ്യൂസിയത്തിൽ എത്തിക്കണം. അപ്പോൾ അത്രയും നേരം ഞങ്ങൾ അതിൻ്റെ അകത്തിരുന്നു കേട്ടോ. സമയം പോയതേ അറിഞ്ഞില്ല. നമ്മൾ കുറേ കാലത്തിന് ശേഷം കാണുമല്ലേ, അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഇരുന്നു കുറേ നേരം. അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ മിൽമയിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റുകയെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എല്ലാവർക്കും ഓരോ തിരക്കായതുകൊണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എടക്കര എത്തിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.